ഹേ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തൊരു വർക്കാണിത്, ചോക്കോബോയ് വെച്ചിട്ടൊരു ബൊക്കെ. അപ്പൊ അത് കണ്ട സമയത്ത് ഒരു ഒന്ന് രണ്ട് ബിഗിനേഴ്സ് ആണെന്ന് തോന്നുന്നു. അവര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യാ, മെറ്റീരിയൽസ് ഒക്കെ എവിടുന്നാ വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്നിന്റെ റേറ്റും അതുപോലെ ഇത് എവിടുന്നാ കിട്ടുന്നെന്നുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. മാക്സിമം എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടുനോക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചോക്കോബോയ്. ഞാൻ ഫുള്ളായിട്ട് ഒരു ബോക്സ് വാങ്ങിച്ചതാണ്. ഇതിന്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ 180 രൂപയാണ്, 180 റുപ്പീസ്. ഇതിൽ 18 പീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബാംബു സ്ക്രൂസ് ആണ്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള സൈസ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ചെറുതും വലുതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് സെല്ലോ ടേപ്പ്. അതിന് ഒക്കെ നമ്മൾ നോർമൽ ബുക്ക് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് തന്നെ ഫോളോ ചെയ്യുക. അതായത് നമ്മൾ ബാംബു സ്ക്രൂസ് എടുത്തിട്ട് നമ്മളെ ചോക്കോബോയിൻ്റെ ബേക്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. അത് എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോ ഞാൻ എല്ലാതും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട ഐറ്റം എന്താ വെച്ചാല് ബൊക്കെ സെറ്റ് ചെയ്യുന്ന സ്പോഞ്ച്, അതായത് ഒയാസിസ്. ഇതിപ്പോ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഓരോ സ്ക്യൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഫസ്റ്റ് മിഡിലിൽ ഒന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് ബൊക്കറ്റ് റാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 കളേഴ്സ് ബൊക്കറ്റിന്റെ റാപ്പിംഗ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതില് ബ്ലാക്കും പിന്നെ ഒരു പ്രിന്റ് വരുന്നതും അതുപോലെ തന്നെ പിന്നെ ഒരു റെഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഷീറ്റിന് 20 റുപ്പീസാണ് വരുന്നത്. ഞാനിപ്പോൾ ഇതില് ബ്ലാക്ക് എനിക്ക് ഒന്ന് 2-3 എടുത്തിട്ടുണ്ടാവും. അതുപോലെ ആ പാറ്റേൺ വരുന്നത് ഒരു ഷീറ്റും പിന്നെ റെഡിന്റെ ഒരു 2 എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബൊക്കറ്റ് റാപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത്, നമുക്ക് ബേസ് ആയിട്ട് വേണ്ടത് ഒരു ബ്ലാക്ക് ഷീറ്റാണ്. അത് ഒന്ന് ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് അതിന്റെ 2 ഭാഗത്തുനിന്നും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് അത് 2 ഭാഗത്തുനിന്നും ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ സെന്ററിൽ പോയിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഇനിയിപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചോക്കോബോയ് എടുത്തിട്ട് ഈ ബ്ലാക്ക് ഷീറ്റിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്ലാക്ക് ഷീറ്റും അതിന്റെ കൂടെ തന്നെ ഒരു റെഡ് ഫുൾ ഷീറ്റ് എടുത്തിട്ട് അത് ഹാഫായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഓരോ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അതായത് ഒരു സൈഡിൽ ഒരു പീസും മറ്റു സൈഡിൽ ഒരു പീസും. എന്നിട്ട് ഇത് ഒക്കെപ്പാടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ അത് നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഈ ബൊക്കറ്റിന്റെ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് ഓരോ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുക. അതായത് ഇപ്പം ഈ റെഡിന്റെ നേരെ ചെറുതാക്കിയിട്ട് ഓരോ പീസ് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ ഹാഫ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു പീസ്, അതിന്റെ ഹാഫായിട്ട് പിന്നെ ഒന്നും കൂടി മുറിക്കുക. എന്നിട്ട് ഇതിന്റെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഓരോന്നും തട്ട് പോലെ വരുന്ന രീതിക്ക്. അതായത് ഇപ്പം നമ്മളൊരു ബൊക്കറ്റ് കണ്ട് അതിനനുസരിച്ച് ഒരു ഭംഗിക്കനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് അത് ഇതുപോലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടോക്ക്, ഞാൻ പറഞ്ഞ് കൊളാക്കണില്ല. ശേഷം നമ്മൾ ചെയ്യേണ്ടത് സെന്റർ റോസ് എടുത്തിട്ട് അതിന്റെ ഹോളിൽ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ സ്പോഞ്ചിൽ അതും കുത്തി കൊടുക്കുക. ഞാൻ അപ്പം ഇവിടെ 4 റോസാണ് എടുത്തിട്ടുള്ളത്.
ഈ 4 നമുക്ക് ഇതിൽ ഇങ്ങനെ കുത്തി കൊടുത്ത് സെറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ കറക്റ്റ് നെയിം എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താ പേൾ മെഷ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഇത് ഒരു മീറ്ററിന് 90 റുപ്പീസ് ആണെന്ന് തോന്നുന്നു. ഒരു പാക്കായിട്ടാണ് കിട്ടുക. ഇതിപ്പോൾ മിക്ക ക്രാഫ്റ്റ് ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടെ ചോദിച്ചാൽ തരും. അപ്പോൾ ഇത് നമ്മൾ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് പരിപാടി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നമ്മൾ പണ്ടൊക്കെ മറ്റേ പേപ്പർ വെച്ചിട്ട് വിഷറി പോലെ ഒരു സംഭവം ഉണ്ടാക്കുമല്ലോ. പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കിയിട്ട് ആ സംഭവം ഉണ്ടാക്കുക. എന്നിട്ട് അത് ഞാനിപ്പം ഈ പാറ്റേൺ ഷീറ്റിന്റെ ഒരു ഹാഫ് കട്ട് ചെയ്തിട്ട് അതിൻ്റെയും ഹാഫ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹാഫ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ 2 എണ്ണം വേണം കേട്ടോ നമുക്ക്. എന്നിട്ട് അതും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതെങ്ങനെ ചെയ്യാന്ന്. ഫൈനലായിട്ട് നമുക്ക് ഇതൊരു റിബൺ വെച്ചിട്ട് ബോ കെട്ടി ഫിനിഷ് ചെയ്യാം. ബട്ടർഫ്ലൈ നോട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതാണ് വിചാരിക്കുന്നത്. നമ്മൾ പൂമ്പാറ്റ കെട്ട് എന്നൊക്കെ പറയുന്ന പോലെ ആ സംഭവം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബൊക്കറ്റ് ഇവിടെ ഫൈനലി റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, മറക്കരുത്. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.